എന്ന് പറഞ്ഞുകൊണ്ട് എത്ര ദിവസമാണ് മരിച്ചതിന് ശേഷം കണ്ണീരൊഴുക്കിയത്. സമാധാനിക്കണം, ക്ഷമിക്കണം, സ്വർഗമാണെന്നൊക്കെ പറഞ്ഞാലും ഉമ്മയുടെ മനസ്സല്ലേ സ്നേഹം തുളുമ്പുന്ന ആ മനസ്സിന്റെ എവിടുന്നാണ് എന്റെ പ്രിയപ്പെട്ടവരെ സ്വസ്ഥത കിട്ടുക? എന്റെ വീടിന്റെ കളിയും ചിരിയും അസ്തമിച്ചു പോയപ്പോ അവസാനം എന്റെ പ്രിയപ്പെട്ടവൾക്ക് സമാധാനത്തിന് ഞാൻ കണ്ടെത്തിയ വഴി എന്തെന്നറിയോ? നിങ്ങളാരൊക്കെ എന്തൊക്കെ ചിന്തിച്ചാലും ഞാൻ പറയുക, നൂറുകണക്കിന് സദസ്സിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞതാ. എന്റെ പ്രിയപ്പെട്ടവളെയും മക്കളെയും കൊണ്ട് ഞാൻ നേരെ ശംസുലമയുടെ മഖാമിൽ വന്നിട്ട് കരഞ്ഞു ദുആറുന്നു. അല്ലാഹുവേ, എന്റെ വീട്ടിന്റെ സന്തോഷവും കളിയും ചിരിയും മടക്കി തരണം. എന്റെ പ്രസംഗ മേഖലയിൽ എന്റെ പ്രിയപ്പെട്ട എന്നെ ഇഷ്ടപ്പെടുന്ന എണ്ണിയാരൊടുങ്ങാതെ കണ്ണെത്താ ദൂരത്ത് മംഗലാപുരത്ത് തടിച്ചുകൂടിയ ഈ ജനസാഗരത്തിന് മുന്നിൽ വാത് പറയാ ആ ശബ്ദത്തിലേക്ക് എനിക്ക് മടങ്ങി വരണമെന്ന് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്തതിന് ശേഷമാണ് എന്റെ വീട്ടിൽ പിന്നെ സമാധാനത്തിന്റെ വിളനിലമുണ്ടായതെങ്കിൽ. എന്റെ പ്രിയപ്പെട്ടവരെ, ശംസുലം ഒരു ചില്ലറ മുസ്ലിയാരല്ല, ഒരു പള്ളിയിലെ ഖത്തീബല്ല. ഒരു കാലഘട്ടത്തെ മുഴുവനും തന്റെ ഇൽമു കൊണ്ട്, തന്റെ ഹിൽമു കൊണ്ട്, തന്റെ ഹിദായത്ത് കൊണ്ട്, തന്റെ ഈമാൻ കൊണ്ട്, തന്റെ ഗുരുത്വം കൊണ്ട് നേതൃത്വം കൊടുക്കാൻ കഴിവുള്ള ഒരേ ഒരു മഹാപണ്ഡിതനാണ് ശംസുലമ. ശംസുലമ മരിച്ചു എന്ന് പറയാൻ ഞങ്ങൾക്ക് കഴിയില്ല. ഇന്നുമുണ്ട് ഞങ്ങളോടൊപ്പം, ഇന്നുമുണ്ട് ഞങ്ങളുടെ ചെങ്കാണ്, ഞങ്ങളുടെ കരളാണ്, ഞങ്ങളുടെ മണവറയിലെ മണവാളനാണ്. അല്ലാഹുവേ, അതുകൊണ്ട് അവിടുത്തെ ഗുരുത്വവും ഞങ്ങൾക്ക് തരണേ അല്ലാ. ആരംഭ റസൂലിന്റെ മുമ്പ് വന്ന ഉമ്മമാര് വാപ്പമാര് പരാതി